ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്നേഹ കൂട്. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ഫ്രൂട്ടിയാണ്. ഈ ഹോട്ട് സീസണിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ടിയാണിത്. ഈ ടൈമിൽ നമുക്ക് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ബെസ്റ്റ് ഡ്രിങ്കാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ മാംഗോ ഫ്രൂട്ടി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ഫ്രൂട്ടിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് നന്നായിട്ട് പഴുത്ത 3 മാംഗോസാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മാംഗോ ഫ്രൂട്ടി തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് മാംഗോ പൾപ്പൊന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ മാംഗോസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. നമ്മുടെ മാംഗോ പൾപ്പ് ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് മാംഗോ ഫ്രൂട്ടി തയ്യാറാക്കിയെടുക്കാം. മാംഗോ ഫ്രൂട്ടി തയ്യാറാക്കാനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി കിട്ടിയാലേ നമുക്ക് മാംഗോ പൾപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. വളരെയധികം ചൂടുള്ള ഒരു സീസണാണിത്. ഈ ഒരു ടൈമിൽ നമുക്ക് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ടിയാണിത്. ഇനി കടകളിൽ പോയൊന്നും വാങ്ങിക്കേണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് നമ്മുടെ കുട്ടികൾക്ക് മായം കലരാത്ത മാംഗോ ഫ്രൂട്ടി എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഷുഗർ നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന മാംഗോ പൾപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. മാംഗോ പൾപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. മാംഗോ പൾപ്പും ഈ ഷുഗർ സിറപ്പും നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മിക്സ് നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. 3 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഈ മാംഗോ ഫ്രൂട്ടിയുടെ ഈ മിക്സ് നല്ല തിക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ട് തണുക്കട്ടെ. നമ്മുടെ മാംഗോ ഫ്രൂട്ടി നന്നായിട്ട് തണുത്ത് ഇതുപോലെ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കുകയാണെങ്കിൽ വളരെയധികം ദിവസം ഇത് കേടാവാതെ ഇരുന്നോളും. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ഒന്നും ഇല്ലാതെ നമുക്ക് കൊടുക്കാനും പറ്റും. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് തണുത്ത വെള്ളവും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കണ്ടോ? അപ്പം നമുക്ക് കുറച്ചും കൂടി ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ കിട്ടി. ഇനി ഇത് നമുക്ക് അരിക്കണമെങ്കിൽ അരിച്ച് യൂസ് ചെയ്യാം. അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ഫ്രൂട്ടി ഇവിടെ റെഡിയാണ്. നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. നമ്മുടെ വളരെ കൂൾ ആൻഡ് ഫ്രഷ് ആയിട്ടുള്ള മാംഗോ ഫ്രൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഒട്ടും തന്നെ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ഒന്നും ആഡ് ചെയ്യാതെ നാച്ചുറലായിട്ട് തയ്യാറാക്കിയെടുത്തതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെയും നമ്മുടെ ഫാമിലിയുടെയും ഹെൽത്തിന് വളരെയധികം ഉപകരിക്കുന്ന ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം. നിങ്ങൾക്ക് ഈ ഒരു ഡ്രിങ്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു.